രാവിലെ കുക്കർ പാസ്ത ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇച്ചിരി ക്യാപ്സിക്കും ക്യാരറ്റും സവാളയും അരിഞ്ഞ് കുക്കറിലിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇതെല്ലാം ചേർത്തതിന് ശേഷം പാസ്തയും കൂടെ ചേർത്തിട്ട് ആ പാസ്ത നികക്കെ വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചെടുക്കും. ആവശ്യത്തിലുള്ള ഉപ്പും ചേർക്കണേ. വിസിൽ എന്നിട്ട് കുറച്ച് തുറന്ന് വിടണേ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് വെന്തു. ലാസ്റ്റിൽ ടൊമാറ്റോ സോസും മയോണൈസും ചേർത്തെടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരിയൊക്കെ ഇട്ടു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നീട് തോരൻ വെക്കുന്നത് പയർ തോരന. അതിലേക്ക് സവാളയും പയറും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങയെല്ലാം ചേർത്തിട്ട് നന്നായി കൈ കൊണ്ട് ഞെവിടിയിട്ട് നമ്മൾ ഉണ്ടാക്കുക ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ ഇടയ്ക്കൊരു മോരുകറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു പാവ് ഭാജിയുടെ ആ മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ രീതിയിലായിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. സാധാരണ ഇതുപോലല്ല ചെയ്യുന്നത്, കാരണം ഞാൻ വെജിറ്റബിൾസൊക്കെ ഒന്ന് പിള്ളേർ കഴിക്കേണ്ടിയിട്ടൊന്ന് അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിൽ മല്ലിയിലയൊക്കെ ചേർത്ത് നമ്മുടെ പാവ് ഭാജി ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട്.